കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തവും പുരാതനവുമായ ക്ഷേത്രങ്ങളിലൊന്ന്. ക്ഷേത്രത്തിലെ പ്രധാന ദേവൻ പരമേശ്വരനാണെങ്കിലും മകനായ ഗണപതിയുടെ പേരിലാണ് ഈ ക്ഷേത്രം ലോകപ്രശസ്തമായിരിക്കുന്നത്. ഇതിന് കാരണമായി പടിഞ്ഞാറ്റിങ്കര ശിവക്ഷേത്രത്തെയും പെരുന്തച്ഛനെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് അധികമാർക്കും അറിയാത്തൊരു ഐതിഹ്യമുണ്ട്. ഒരു കാലത്ത് ഈ ക്ഷേത്രം കിഴക്കേക്കര ശിവക്ഷേത്രമെന്നും മണികണ്ഠേശ്വര ക്ഷേത്രമെന്നൊക്കെയായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അങ്ങനെയിരിക്കെ തന്റെ മകൻ മരിച്ച ദുഃഖത്താൽ ലോകമെമ്പാടും അലഞ്ഞു തിരികെയായിരുന്ന പെരുന്തച്ഛൻ ഒരിക്കൽ കൊട്ടാരക്കരയിൽ എത്തിച്ചേർന്നു. അന്ന് പടിഞ്ഞാറ്റിങ്കര ശിവക്ഷേത്ര പരിസരത്ത് വിശ്രമിക്കുകയായിരുന്ന പെരുന്തച്ഛൻ അവിടെ കണ്ടൊരു പ്ലാവിന്റെ പേരിൽ അതിമനോഹരമായൊരു ഗണപതി വിഗ്രഹം കൊത്തിയെടുത്തു. ആ വിഗ്രഹം പടിഞ്ഞാറ്റിങ്കര ശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുവാനായി പെരുന്തച്ഛൻ ആഗ്രഹിച്ചെങ്കിലും അന്നത്തെ അവിടുത്തെ തന്ത്രി പെരുന്തച്ഛനെ അതിനെ അനുവദിച്ചില്ല. നിരാശനായ പെരുന്തച്ഛൻ കിഴക്കേക്കര ശിവക്ഷേത്രത്തിലെത്തുകയും അന്നത്തെ അവിടുത്തെ തന്ത്രിയുടെ അനുവാദത്തോടു കൂടി ക്ഷേത്രത്തിന്റെ തെക്ക് കിഴക്കായി അഥവാ അഗ്നികോണിൽ ആ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പ്രതിഷ്ഠാകർമ്മങ്ങൾക്ക് ശേഷം പെരുന്തച്ഛൻ ഒരു കാര്യം കൂടി പറഞ്ഞു. ഇവിടെ അച്ഛൻ പറയുന്നത് മകൻ കേൾക്കും, മകൻ പറയുന്നത് ലോകവും കേൾക്കും. പെരുന്തച്ഛന്റെ ഈ വാക്കുകൾക്ക് ശേഷം കിഴക്കേക്കര ശിവക്ഷേത്രം എന്ന പേര് മാറി ഗണപതി ക്ഷേത്രം എന്ന പേരിൽ കാലക്രമേണ ഈ ക്ഷേത്രം അറിയപ്പെടാൻ തുടങ്ങി. പ്രതിഷ്ഠാകർമ്മങ്ങൾക്ക് ശേഷം വിഘ്നേശ്വരന് ആദ്യമായി നേദിച്ചത് അരിപ്പൊടി, ശർക്കര, കദളിപ്പഴം, നെയ്യ് എന്നിവ ചേർത്തുണ്ടാക്കിയ ഉണ്ണിയപ്പമായിരുന്നു. ഇന്നും വിഘ്നേശ്വരന്റെ മുന്നിലുള്ള ആ തിടപ്പള്ളിയിൽ നിന്നും തയ്യാറാക്കുന്ന ഉണ്ണിയപ്പത്തിന് ക്ഷേത്രത്തോളം തന്നെ പ്രശസ്തിയുണ്ട്. ക്ഷേത്രത്തിൽ പരമേശ്വരനെയും വിഘ്നേശ്വരനെയും കൂടാതെ അമ്മയായ പാർവതി ദേവിയും സഹോദരങ്ങളായ മണികണ്ഠസ്വാമിയും സുബ്രഹ്മണ്യസ്വാമിയും ഒപ്പം നാഗരാജാവും ഇവിടെയുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ക്ഷേത്രത്തെ ഒരു കൈലാസ കുടുംബമായി കണക്കാക്കപ്പെടുന്നു.